السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الحدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الله يعلم ما يدعون من دونه من شيء وهو العزيز الحكيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി ജീവിക്കണേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഒരു ഉറൂസിന്റെ ഒരു നേർച്ചയുടെ സ്ഥലത്ത് വെച്ച് അതിലേക്ക് കൊണ്ടുവന്ന ആന ഇടയുകയും ഒരാളെ കുത്തിക്കൊല്ലുകയും ചെയ്തു. കുറ്റനാട് വെച്ച് നടന്ന ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. ആ നേർച്ചയുടെ തുടക്കം കുറച്ചു ദിവസം മുമ്പ് ഒരു ഉസ്താദ് സോഷ്യൽ മീഡിയയിൽ വന്ന് അതിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ കറാമത്തുകളും വലിയ മഹത്വവും ഒക്കെയുള്ള മഹാന്റെ ഉറൂസാണ്, നേർച്ചയാണ്. അതിലേക്ക് മുഴുവൻ ജാതി മതവിശ്വാസികളെയും അദ്ദേഹം ക്ഷണിക്കുകയാണ്. എല്ലാ വിശ്വാസികൾക്കും അതിലേക്ക് ക്ഷണമാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ദിവസം പറഞ്ഞത് മകരമാസത്തെ ആണ് പറഞ്ഞത്. മകരമാസമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രാമത്തെ തീയതി
മകരമാസം ഫെബ്രുവരി 4, 5, 6, 5, 6, 7 അങ്ങനെ ഏതോ ഒരു ഡേറ്റാണ് പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഷഅബാൻ മാസത്തിനെ കുറിച്ച് വാതോരാതെ പറയുന്ന മുസ്ലിയാക്കന്മാർ നേർച്ചയുടെ കാര്യം വന്നപ്പോൾ ഷഅബാൻ മാസത്തെ പോലും മറന്നു മകരമാസത്തിലേക്ക് കടന്നത് എന്തിനാ? മകരമാസ വിശ്വാസികളെ കൂടി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ കൂടി ആ സമ്പത്ത് ഭണ്ഡാരപ്പെട്ടിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏതായാലും വളരെ പരിതാപകരമായി കൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ തരത്തിൽ ഇസ്ലാമിന് പുറത്തു നിന്ന് ഇസ്ലാമിനെ അതിശക്തമായി വിമർശിക്കുകയും പ്രതിരോധിക്കുകയും പ്രഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. മുസ്ലിമാണോ എന്ന് ചോദിച്ച് പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു സമയത്ത് ഇസ്ലാമിന്റെ ആളുകളായി വേഷം ധരിച്ച് പണ്ഡിതന്മാരായി നിന്ന് ഈ ഇസ്ലാമിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. എങ്ങനെയാണ് ഇവർക്ക് ഞങ്ങൾ മുസ്ലിമാണെന്ന് പറയാൻ സാധിക്കുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എത്രമാത്രം നമുക്ക് ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. സൂറത്ത് അങ്കബൂത്തില് അതിന്റെ 42-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അതിലെ 16, 17, 18 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമ്പ്രദായവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞ ഇസ്ലാമും തമ്മിൽ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ മതവിശ്വാസികൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് നേർച്ചയും ഉറൂസും ഒക്കെ. കാരണം അത് ബഹുദൈവാരാധനയുടെ ഭാഗമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമേ അല്ല. അത് തീർത്ത് 100% അങ്ങനെ തന്നെ പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലാണ്. മറ്റേതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവേശത്തിലോ അവരോടുള്ള അമർഷത്തിന്റെ പേരിലോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഇബ്രാഹിം ഇദ് ഖാല ലിഖൗമി ഇഅ്ബുദുല്ലാഹ വത്തഖൂഹു ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഇബ്രാഹിമിനെയും നാം നമ്മുടെ ദൂതനായിട്ട് നിയോഗിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ദൂതനായി നിയോഗിക്കപ്പെട്ട ആ സമൂഹത്തോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, ജനതയോട് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം വഴിപെടുക, അവനെ സൂക്ഷിക്കുകയും ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നവരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു ഉറൂസിന് അവിടുത്തെ സർവ്വ ആളുകളെയും വിളിച്ചു, നമ്മളൊക്കെ പോരി, നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക്ഷണിച്ചത് അല്ലാഹുവിലേക്ക് മാത്രമാണ്. അത് വളരെ കൃത്യമായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരുപാട് ചരിത്രങ്ങളെ വ്യത്യസ്തമായ അധ്യായങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പാഠമാവേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ വതഖ്ലുഖൂന ഇഫ്ക. വളരെ ശ്രദ്ധേയമായി കൊണ്ട് ചില കാര്യങ്ങൾ പറയാം. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖൻ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവെ വിട്ട് നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്നത് ചില വിഗ്രഹങ്ങളെയാണ്, ചില പ്രതിഷ്ഠകളെയാണ്, ചില ജാറങ്ങളെയാണ്. അത് ഇതിലേക്ക് ഏത് വിഷയത്തിലേക്കാണോ അതിലേക്കൊക്കെ കൃത്യമായിട്ട് സൂചന നൽകുന്നതാണ് ഈ ആയത്ത്. നിങ്ങൾ കള്ളം കെട്ടി ഉണ്ടാക്കുകയാണ്, നിങ്ങൾ കളവ് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി. നോക്കൂ, ഓരോ ജാറത്തെ കുറിച്ചും പറയുന്ന കഥകൾ 100% കളവാണല്ലോ. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കഥകളാണ് പറഞ്ഞു ഓരോ ജാറത്തിന്റെ പേരിലും അടിച്ചുവിടുന്നത്. ഇപ്പൊ നമ്മുടെ വേങ്ങരയിലുള്ള കോയപ്പാപ്പാന്റെ ജാറത്തിനെ പറ്റി പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തുക്കൾ കാണാതായി കഴിഞ്ഞാൽ നിങ്ങൾ ജിലേബി അവിടേക്ക് നേർച്ചയാക്കിയിട്ട് പാപ്പാനോട് പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടെന്ന്. എവിടുന്നത്, ആരാണത് ഉണ്ടാക്കിയത്? ജിലേബി നേർച്ചയാക്കിയിട്ട് കോയപ്പാപ്പാനോട് പറഞ്ഞാൽ കാണാതെ പോയ വസ്തു കിട്ടുമെന്ന് ആരാ പഠിപ്പിച്ചത്? എവിടുന്ന് അത് കിട്ടുന്നത്?
അപ്പൊ ഒരാളങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുക, അത് പിന്നെ ബാക്കിയുള്ളവർ ഏറ്റെടുക്കുക. അത് വളരെ കൃത്യമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് മുഴുവനും കളവാണ്. അള്ളാഹുവിലേക്കുള്ള ക്ഷണമല്ലാത്ത പരിശുദ്ധ ദീനിന്റെ കൃത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം മാത്രമാണ് സത്യസന്ധമായത്, കൃത്യമായത്, തെളിവുകളുള്ളത്, പ്രമാണമുള്ളത്. അതിനപ്പുറം ഏതു മഖ്ലൂക്കിലേക്ക് ക്ഷണിച്ചാലും അത് കളവായിട്ട് മാത്രമാണ് നിലനിൽക്കുക. കളവ് കൊണ്ടേ അത് നിലനിൽക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, അല്ലാഹു വിട്ട് നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവനം തരാൻ പോലും കഴിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നോക്കൂ, ഏത് ആരാധ്യരിലേക്കും തിരിഞ്ഞു നോക്കൂ, ആ ആരാധിക്കപ്പെടുന്ന വിഭാഗത്തിന് ആവശ്യമുള്ള ഉപജീവനം അവയെ കൊണ്ട് നൽകാൻ കഴിയില്ല. അത് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അത് പടച്ച തമ്പുരാന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്. അവനിൽ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. എന്നിട്ടോ, അതിനാൽ നിങ്ങൾ അല്ലാഹു വിട്ട് ഉപജീവനം, അല്ലാഹുവിനോട് നിങ്ങൾ ഉപജീവനം തേടുക. ഇതിനൊക്കെ കണ്ട് ഒഴിവാക്കുക. എല്ലാ വിളിയാളന്മാരെയും ഒഴിവാക്കുക. അവർക്കൊന്നും നമ്മളെ സഹായിക്കാൻ കഴിയില്ല, നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ചു തരാൻ കഴിയില്ല. ഓരോ കാര്യത്തിനും ഓരോ സ്ഥലത്തേക്കാ സിയാറത്ത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ പറയേണ്ടുന്ന കാര്യങ്ങളാ. പലപ്പോഴും ഉസ്താദുമാർ യാത്രയിൽ സിയാറത്തിന് തുടക്കം കുറിക്കുമ്പോൾ ബസ്സിൽ നിന്ന് തന്നെ ഒരു ലിസ്റ്റ് തരും. നിങ്ങളുടെ മുറാദുകൾ, വ്യത്യസ്തമായിട്ടുള്ള മുറാദുകൾ, ഇവിടെ പറയേണ്ടുന്ന മുറാദുകൾ ഇന്നതാ. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്താ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് ഇന്ന സ്ഥലത്താ, നിങ്ങളുടെ റിസ്ക്കിന്റെ കാര്യത്തിന് ഇന്ന സ്ഥലത്താ. ഇങ്ങനെയാ സിയാറത്തിന് പോകുമ്പോൾ ഉസ്താദുമാര് പറയാ, ഓരോ ജാറത്തിലും വ്യത്യസ്ത നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന്, നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ പറയണം എന്നതാണ്. എന്നാൽ ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ഇതിന് യാതൊരു പരിഹാരവും ലഭിക്കൂല എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോ, ഈ ഖുർആനിന്റെ കൂടി ആളുകളായ മുസ്ലിയാക്കന്മാർ എങ്ങനെയാണ് ഈ കളവ് പറഞ്ഞു ഈ ജനതയെ വഴിപഴപ്പിച്ചു കൊണ്ടുപോകുന്നത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അതിനാൽ നിങ്ങൾ അല്ലാഹുവിനോട് മാത്രം ഉപജീവനം തേടുക, അവന് മാത്രം വഴിപ്പെടുക, അവനോട് നന്ദി കാണിക്കുക. നിങ്ങളൊക്കെ മടങ്ങി എത്തുക അവന്റെ അടുത്തേക്കാണ്. അതൊരു വലിയ പോയിന്റ്. ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹ് പറയാണ്, ഇലൈഹി തുർജഊൻ, നിങ്ങളുടെ മടക്കം നിങ്ങൾ ഈ പറയുന്ന ഒരു ജാറത്തിൽ കിടക്കുന്നവന്റെ അടുത്തേക്കും അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മഹാന്റെ അടുത്തേക്കും അല്ല നിങ്ങളുടെ മടക്കമുണ്ടാവുക. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവൻ ആരാണോ അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം ഉണ്ടാവുക. അതൊരു വല്ലാത്ത ഓർമ്മപ്പെടുത്തലല്ലേ? അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ എന്തു പറയാനുണ്ടാവും? അത് വളരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാണ്, വഇൻ തുകദ്ദിബൂ ഫഖദ് കദബ ഉമമും മിൻ ഖബ്ലികും വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. നിങ്ങൾ ഇത് കള്ളമാക്കി തള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള പല സമുദായവും അങ്ങനെ കള്ളമാക്കി തള്ളിയിട്ടുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നല്ലാത്ത മറ്റൊരു ബാധ്യതയും ദൈവദൂതർക്കില്ല. അള്ളാഹുവിന്റെ റസൂലുകൾക്ക് വേറൊരു ബാധ്യതയില്ല. ഇതാ ഇങ്ങനെയാണ് കേട്ടോ റബ്ബ് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടല്ലാത്ത ഒരു ബാധ്യതയും അവരുടെ മേൽ നിങ്ങൾക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഒരു ബാധ്യതയില്ല. അവരുടെ മരണശേഷം അവര് വിളിച്ചു തേടിയാൽ നമ്മുടെ കാര്യങ്ങളിൽ അവർ ഇടപെടുമെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. ഇടപെടാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ആ പ്രവാചകന്മാരെ കുറിച്ചൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി 20 അങ്കബൂത്തിൽ തന്നെ സൂറ അങ്കബൂത്തിലെ 16, 17, 18 ആയത്തുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിന്റെ 25-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോ ഒന്നുകൂടി കാര്യങ്ങൾ പറയാൻ വളരെ ശ്രദ്ധേയമായതാണ് ഈ ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വഖാല ഇന്നമത്തഖദതും മിൻ ദൂനില്ലാഹി ഔസാനൻ മവദ്ദതൻ ബൈനികും ഫിൽ ഹയാത്തിദ് ദുനിയാ ثم يوم القيامة يكفرون بعضكم ببعض ويلعنه بعضكم بعضا ومأواكم النار وما لكم من ناصرين. വളരെ ശ്രദ്ധേയമായി ഇന്ന് നമുക്കിടയിൽ ഉള്ള ഒരു കാര്യം കൂടിയാണത്. എന്താണ്? പല ആളുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറയാ, അള്ളാഹുവെ വിട്ട് നിങ്ങൾ ചില വിഗ്രഹങ്ങളെ, ചില പ്രതീക്ഷകളെ നിങ്ങൾ സ്വീകരിക്കുന്നത്
അത് ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം കാരണമാണ്. വളരെ ശ്രദ്ധേയമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം പിതാവിനോട് കൂടിയാണ് ഈ പറയുന്നത് കേട്ടോ. സ്വന്തം പിതാവിനോട് കൂടിയായി കാര്യങ്ങൾ പറയുന്നത്. മനുഷ്യർ തമ്മിലുള്ള ചില ഇടപാടുകൾ വല്യപ്പ എങ്ങനെയായിരുന്നു, ആ വല്യപ്പാന് വിട്ടും കൊണ്ട് നമുക്കൊരു മാർഗമില്ല. വല്യപ്പ കാണിച്ചെന്താണ്, ഇത് വിട്ടിട്ട് നമുക്കൊരു മാർഗമില്ല. പിന്നെ സംഗതി പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ഖുർആന്റെ ആയത്തും റസൂലുള്ളാഹിയുടെ ഹദീസും വെച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, എളാപ്പയാണ് പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, അമ്മാവനാണ് പള്ളി കാരണവര്, പിന്നെ അയൽവാസികളൊക്കെ നമ്മളെ ഈ വിശ്വാസക്കാരാണ്. അപ്പൊ അവരൊക്കെ പിണക്കിക്കൊണ്ട് ആ ഒരു ബന്ധം, ഈ ബന്ധമാണ് പലപ്പോഴും നിങ്ങൾക്ക് ഹക്കിലേക്ക് വരാൻ നിങ്ങൾക്ക് തടസ്സമായി തോന്നുന്നത്. എന്നാൽ ഈ ബന്ധത്തിന്റെ പര്യവസാനം എന്തായിരിക്കും എന്ന് പറയാ. ഈ ബന്ധം എന്തിനാ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പരസ്പര ബന്ധം, അതാണ് ശരിയായ ബന്ധം. ആ ബന്ധമാണ് ശരിയായ സ്നേഹബന്ധം. മറ്റത് പരസ്പരം നമുക്ക് പരസ്പരം നമ്മുടെ ആളുകളെ ആദരിക്കാം, ബഹുമാനിക്കാം, അവരോട് ഇടപഴകൊക്കെ ചെയ്യാം. പക്ഷെ ഹക്കായിട്ടുള്ള, ഹക്ക് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് മടങ്ങാൻ പറ്റാത്ത അത്ര ഒരു ബന്ധം അവിടെ നിലനിർത്തിയാൽ അതിനുള്ള പര്യവസാനം എന്തായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം കാരണമാണ് പലപ്പോഴും നിങ്ങൾ ഹക്കിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് പ്രയാസമാകുന്നത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകന്മാർ പറയുമ്പോ അവരിങ്ങനെ ഒരുമിച്ച് പറയാ. അബൂ ത്വാലിബിന് ഈ പ്രശ്നമായിരുന്നു. അബൂ ത്വാലിബിന് നന്നായിട്ട് ബോധ്യപ്പെട്ടത്, മുഹമ്മദ് നീ പറയണത് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല വർത്തമാനാണ് മോനെ പറയണതൊക്കെ, നല്ല കാര്യമാണ് നീ പറയണത്. പക്ഷെ ഞാനിപ്പോ അതിലേക്ക് അങ്ങണ്ട് നിന്റെ കൂടെ വന്നാൽ ഈ ആളുകളൊക്കെ പറയും അബൂ ത്വാലിബ് വാപ്പാന്റെയും വാപ്പാപ്പാന്റെ ഒക്കെ ആ മാർഗത്തിൽ ഉണ്ടായിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ഒഴിവാക്കി എന്ന് പറയും. കണ്ടോ? അതിന്റെ പര്യവസാനം എന്തായിരിക്കും? അല്ലാഹു പറയും, എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങൾ മറ്റു ചിലരെ തള്ളിപ്പറയും. ഈ സ്നേഹബന്ധത്തിൽ ഈ കൂട്ടിപ്പിടിച്ച പരസ്പരം തള്ളിപ്പറയും. എന്തിന്റെ പേരില്? നിങ്ങൾ അവരെ തള്ളിപ്പറയും, പരസ്പരം ശപിക്കുകയും ചെയ്യും. അത് ഉറപ്പാണെന്ന് പറയുക. നിന്നൊക്കെ വിടാതെ നിന്റെ കൂടെ ആ തൗഹീദ് മനസ്സിലായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടിട്ടും അതിന്റെ ഒപ്പം നിൽക്കാതെ ഈ സകലമാന അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയതുണ്ടല്ലോ, വല്ലാത്ത അപകടമായി പോയി എന്ന് പറഞ്ഞ് പരസ്പരം തള്ളിപ്പറയുകയും ലഅനത്ത് പറയും. അവര് തമ്മിൽ ശപിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ശപിക്കേണ്ടുന്ന ഒരു കൂട്ടുകെട്ടാണോ ഉണ്ടാവേണ്ടത്? അല്ലല്ലോ. പടച്ചവനെ, അള്ളാഹുവേ ഈ മാർഗം മനസ്സിലാക്കി ഈ മാർഗത്തിലേക്ക് എത്തി, അള്ളാഹുവേ ഞാൻ എൻ്റെ ജീവിതം എത്ര സഫലമാക്കി എന്ന് നാളെ മഹ്ശറയിൽ മനുഷ്യൻ അവന്റെ കിതാബുകളിൽ അവനക്ക് കിട്ടിയിട്ടുള്ള വിജയം കണ്ട് ആഹ്ലാദം പറയുന്നതിനു പകരം ആ ദിവസം ചില ആളുകൾ സന്തോഷം കൊണ്ട് അവര് തുള്ളിച്ചാടുമെന്ന് പറയുന്ന ആ ദിവസം മനുഷ്യർ പരസ്പരം ലഅനത്ത് പറയാനും പരസ്പരം കലഹിക്കാനുമാണ് ഇടയാക്കുക എന്ന് അല്ലാഹു പറഞ്ഞു തരുമ്പോ, വാപ്പ പള്ളി കമ്മിറ്റി പ്രസിഡന്റാ, മാമന് പള്ളി കമ്മിറ്റി കാരണവരാണ്, അതുകൊണ്ട് ഓരോ പിണക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ പറയാ ഖബർസ്ഥാന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാനുള്ള ഖബർസ്ഥാൻ ഇവിടെ ഉള്ളൂ, അതേക്ക് നമ്മൾ പോണ്ടി വരുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊപ്പം ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വരാത്തത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. കൂട്ടരെ, മരിക്കോളുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം. ഇന്ന് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, ആ ശക്തമായ ധീരമായ ആ തൗഹീദിലേക്ക് വന്ന ഒരാളുടെ മയ്യത്തും നമ്മുടെ ഈ കേരളത്തിൽ ഈ ചരിത്രത്തിൽ അങ്ങനെ എവിടെങ്കിലും കൊണ്ടിടേണ്ടി വന്നിട്ടില്ല. കുറച്ചൊക്കെ മണിക്കൂറുകൾ വൈകിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മയ്യത്ത് പുറത്തു വെക്കേണ്ട വന്ന ചരിത്രം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിന്റെ പേര്? അള്ളാനെ മാത്രം ആരാധിക്കുന്നവനാ, ഓനെ പടം മയ്യത്ത് അവരോടൊക്കെ പറ്റൂല, അത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടായിട്ടുണ്ടത്. പക്ഷെ ഇനി അങ്ങനത്തെ ഒരു ഭയപ്പാടനെ വേണ്ട. ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ നിന്ന് ശക്തമായിട്ടുള്ള തീരുമാനമുണ്ട്. മുസ്ലിം സൊസൈറ്റിയിൽപ്പെട്ടവനെ മുസ്ലിം ശ്മശാനത്തിൽ ഖബറടക്കിക്കൊള്ളണം. അതിന് തടയി നിൽക്കാൻ ഒരുത്തനും കഴിയില്ല, ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരുന്നതിൽ നിന്ന് മാറി നിന്നാൽ അത് നാളെ മഹ്ശറയിൽ അവന് ഏറ്റവും വലിയ സങ്കടത്തിന്റെ
പരസ്പരം ആ ദുനിയാവിൽ സ്നേഹത്തോടുകൂടി കൂട്ടുപിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറി സകലമാന ബിദ്അത്തിന്റെ പിന്നാലെയും ജാഥയിലും നടന്ന് ആ ഒരു സ്നേഹബന്ധം നിലനിർത്തി നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ട. എന്റെ എല്ലാ പരിപാടിക്കും മുമ്പിലുണ്ടാവും. അവനെ വിളിച്ചാൽ മതി, എല്ലാ പരിപാടിക്കും ഉണ്ടാവും. പക്ഷെ നാളെ മഹ്ശറ ചെല്ലുമ്പോ ഈ നാട്ടുകാരുണ്ടാവില്ല, കുടുംബക്കാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നിങ്ങളാണ് ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴി തടഞ്ഞത് എന്ന് അവർ പരസ്പരം അവിടെ കലഹിക്കും എന്ന് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുമ്പോ സഹോദരങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിന്റെ തന്നെ ഇതിൽ തന്നെ 45-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 41-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോ സൂറ അൻകബൂത്തിലെ 41-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഈ ഒരു അധ്യായം ശരിക്കും നമ്മൾ ഒരുപാട് തവണ ഓതേണ്ടുന്ന ഒരു അധ്യായമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ബോധ്യപ്പെടുന്ന ചില സംഭവങ്ങൾ അങ്ങനെയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. എത്ര സത്യമായിട്ടെന്നറിയോ, ബോധ്യപ്പെടുന്ന സംഗതി. വല്ലാത്ത അത്ഭുതം തോന്നിപ്പോകും ഈ ആയത്ത് ഓതുമ്പോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ അല്ലാഹുവെ വെടിഞ്ഞ് രക്ഷാധികാരികളായി സ്വീകരിക്കുന്നവരുടെ അവസ്ഥ അതെങ്ങനെയാണ്? എട്ടുകാലിയുടേതുപോലെയാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടേതാണ്. ഏറ്റവും ദുർബല. ആ എട്ടിങ്ങനെ വലങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ ചെന്ന് വീഴുന്ന ആ ചെറിയ പാറ്റകൾ, അതിനാ വലന്ന് ദുർബലമാണെങ്കിലും അതിൽ ചെന്ന് വീണാ രക്ഷപ്പെടാൻ കഴിയില്ല. അതിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചും കണ്ടു. കുറച്ച് ശക്തമായതാണെങ്കിലോ അവരതിന് കഴിച്ചിലാവും ചെയ്യും. അപ്പൊ എട്ടുകാലിയുടെ വല പോലെയാണെന്ന് പറഞ്ഞത് 100% ദുർബലരാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ സിദ്ധന്മാരായിരിക്കുന്നതിൽ അതിൽ 100% ആളുകളും മര്യാദക്ക് അവരുടെ പേര് പോലും മലയാളത്തിൽ എഴുതാൻ അറിയാത്ത ആളുകളാണ്. മലയാളത്തിൽ പോലും വിദ്യാഭ്യാസമില്ലാത്ത ആളുകള് എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് നേരിട്ട് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേര് മലയാളത്തിൽ ഒന്ന് എഴുതാനോ ഒപ്പിടാനോ അറിയാത്ത ആളുകളാ വലിയ ശേഖന്മാരുടെ ദർജയിൽ ഇരിക്കുന്നത്. ഒന്നും അറിയാം, ദുർബലർ. അവിടെ ചെന്ന് പെടുന്ന ആളുകളോ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെയാണ് ഇവരെടുത്ത് ഈ തല വെച്ചു കൊടുക്കുന്നത്. ഇത് ദുർബലരാണ്. നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ്. അള്ളാഹു ശപിച്ചതാ. നിങ്ങൾ ഈ ദുനിയാവിലും നാളെ മഹ്ശറയിലും നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ളതാ. നിങ്ങളുടെ ധനത്തെ ഇവർ ചൂഷണം ചെയ്യും, നിങ്ങളുടെ അഭിമാനത്തെ ഇവർ ചൂഷണം ചെയ്യും, നിങ്ങളുടെ ഈമാനിനെ ഇവർ നശിപ്പിക്കും. ഇതൊക്കെ അതിൽ പെട്ടതാ. എത്ര സ്ത്രീകളാ, അധിക സ്ത്രീകളും ഒറ്റക്കാണ് ഈ സ്ഥലങ്ങളിലേക്ക് വരുന്നത്. ദിവസവും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. എന്റെ തൊട്ട അയൽവാസിയിൽ വലിയൊരു ചൂഷകനാണ് ഇരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വന്തം പേര് പോലും എഴുതാറില്ല. പക്ഷെ അവിടെ വരുന്ന സ്ത്രീകൾ പലപ്പോഴും ഒറ്റക്കാണ് വരുന്നത്. ചെറിയ യുവതികൾ എല്ലാരും വരുന്നുണ്ട്. അവിടെ ഒന്നും ഈ പറഞ്ഞ ഒരു പ്രശ്നവും. അവിടെ നിങ്ങൾക്ക് ബുയൂത്തുഹന്ന ഖൈറുൽ ലഹുന്ന ഇല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമോ അവർക്കില്ല. എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കുക. സഹോദരങ്ങളെ, വലിയ അബദ്ധത്തിലേക്ക്, വലിയ അപകടങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു ജനതയോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവരോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇതാരുടെയെങ്കിലും പ്രത്യേക ഉത്തരവാദിത്തമല്ല. വിശ്വാസികളെ, നമ്മുടെ സഹോദരങ്ങൾ അവരുടെ ഈമാനും അവരുടെ സമ്പത്തും ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഈ സമൂഹത്തെ, ഈ സമുദായത്തെ ആ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്കൊക്കെയും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ലാഹുവെ വെടിഞ്ഞ് രക്ഷാധികാരികളെ സ്വീകരിക്കുന്നവരുടെ അവസ്ഥ എട്ടുകാലിയുടേത് പോലെയാണ്. അതൊരു വീടുണ്ടാക്കി, വീടുകളിൽ ഏറ്റവും ദുർബലം എട്ടുകാലിയുടെ വീടാണ്. അവർ കാര്യം ഗ്രഹിക്കുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ. കാര്യങ്ങളൊന്ന് അന്വേഷിച്ചറിയുന്നവരാണെങ്കിൽ നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ഈ മഹ്ളറകൾ, അതിൽ ഒരുപാട് പേരുണ്ട്. മഹ്ളറത്തുൽ ബദരിയ, മഹ്ളറത്തുൽ ഖാദിരിയ, മഹ്ളറത്തുൽ അങ്ങനെ പറഞ്ഞ് റിഫായിയ, ഏതെങ്കിലും ഒരു ചങ്ങായിന്റെ പേര് വെച്ചിങ്ങോട്ട് മഹ്ളറ ഉണ്ടാക്കും.
നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിയമവ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നിട്ട് ഈ രാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? പിടികിട്ടാനുള്ള കള്ളന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഓരോ പോലീസ് സ്റ്റേഷനിലും എത്രമാത്രം കേസുകളാണ് തെളിയാതെ കിടക്കുന്നത്? എത്ര മോഷണ കേസുകളാ, എത്ര ആളെ കാണാത്ത എത്ര കേസുകളാ? ആരെങ്കിലും ഇവരെ സമീപിക്കുന്നുണ്ടോ? നിങ്ങളെ കൗടി ഒന്ന് വെച്ചിട്ട് ഏതെങ്കിലും ജോത്സ്യന്റെ അടുത്ത് പോകുന്നുണ്ടോ? ഇല്ല. പോകുന്നതാരാ? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, എന്താ ദീനെന്നറിയാത്ത, ഇവര് വഞ്ചകരാണെന്ന് തിരിച്ചറിയാത്ത ആളുകളാ. ഇവിടുത്തെ നിയമവ്യവസ്ഥക്ക് നന്നായിട്ട് അറിയാം ഇവര് വഞ്ചകരാണ്, ഇവര് ചൂഷകരാണ്. പലപ്പോഴും ആളുകളെ കൊന്നു കുഴിച്ചു മൂടുമ്പോഴാ ഇവർക്കെതിരെ ഒരു കേസേറ്റ് വരിക. അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആളുകളെ പിണക്കുക എന്നത് ഒരു ഭരണാധികാരികൾക്ക് മാത്രം ഇഷ്ടമുള്ള കാര്യമൊന്നല്ല. ഒന്നാമത് അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ രാജ്യത്തെ ഈ ഭരണവ്യവസ്ഥയ്ക്ക് കഴിയില്ല. കാരണം എന്താ? അന്ധവിശ്വാസികളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോ അന്ധവിശ്വാസികൾ മുഴുവനും ആ ഭരണത്തിനെതിരെ ഒരുപക്ഷെ അവർ കൈകാര്യം ചെയ്യും. അത്രമാത്രം അപകടകരമായി ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് മാത്രമേ ഈ ചൂഷണത്തെ കുറിച്ച് ശക്തമായി പ്രതികരിക്കുവാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് നമ്മുടെ കടമയായി, നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചിരുന്നു, വിവാഹപ്രായമെത്തി ഒരു യുവാവിന് കയ്യിൽ മഹർ കൊടുക്കാൻ അപ്പോൾ പണമില്ല. അപ്പൊ അത് കടമായി തരാൻ ആരെങ്കിലും സന്നദ്ധരാണെങ്കിൽ ആ കടമായി കിട്ടുന്ന പണം കൊണ്ട് മഹർ മേടിച്ച് വിവാഹം നടത്താമോ എന്ന്. അങ്ങനെ ചെയ്യാം, അതിന് വിരോധമില്ല. നിങ്ങളെ സഹായിക്കുന്ന ഒരാൾ പറയാം, മഹറിന്റെ പൈസ ഞാൻ തരാം, നീ പിന്നീട് തന്നാ മതി എന്ന് പറഞ്ഞ് സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് മഹർ കൊടുത്ത് വിവാഹം ചെയ്യാം. അതിന് വിരോധമില്ല എന്നതാണ് പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ വിവാഹപ്രായം എത്തിയ യുവാക്കൾ, യുവതികൾ അവരൊരു കാരണവശാലും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കരുത്. അതൊരു വലിയ ദുരന്തമായി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പുതിയ സഹോദരി കുട്ടികളിൽ. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വിവാഹത്തിന് മാതാപിതാക്കൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത്ര വ്യാപകമൊന്നുമല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ പല കോണുകളിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വലിയ ദുരന്തമാണ്. അത് പ്രകൃതിയുടെ നിയമത്തിന് തന്നെ എതിരാണ്. വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ ഇണകളായി ജീവിക്കണം എന്നതാണ് ഇസ്ലാം ഏറ്റവും സുന്ദരമായി കൊണ്ട് പറഞ്ഞത്. അത് ഇണകളായി ജീവിക്കണമെങ്കിൽ നിക്കാഹിലൂടെ വലിയന്റെ സമ്മതത്തോടു കൂടി രണ്ട് സാക്ഷികളെ കൂടെ നിർത്തി മഹർ നിശ്ചയിച്ചുകൊണ്ട് ആ വിവാഹം, ആ നിക്കാഹ് നടക്കണം. അങ്ങനെയാണ് നിക്കാഹ് നടക്കേണ്ടത്. അങ്ങനെ നടക്കുന്ന നിക്കാഹിലേക്ക് തൽക്കാലം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് തന്നു സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് സഹായം സ്വീകരിക്കാം. അത് പിന്നീട് അവർക്ക് നിങ്ങൾ പറയുന്ന വ്യവസ്ഥക്കനുസരിച്ച് തിരിച്ചു കൊടുത്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളിലും നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തും ബർക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരുടെ മുമ്പിലും വളർന്നു വരുന്ന നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ, ഒരുപക്ഷെ നമ്മളൊക്കെ മരണപ്പെട്ടു പോയാലും ഈ ദുനിയാവിൽ നമുക്ക് ശേഷം വരുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ആരുടെ മുമ്പിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനുള്ള ആ ഒരു ആർജവം നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.